അങ്ങനെ രാവിലത്തെ കയ്യാങ്കളിയിൽ ഷാനവാസിന് അസ്വസ്ഥത തോന്നിയതിനെ തുടർന്ന് കൺഫെഷൻ റൂമിൽ മെഡിക്കൽ ചെക്കപ്പിനായിട്ട് കൊണ്ടുപോയി. അതിനുശേഷം ലിവിംഗ് ഏരിയത്തെ സോഫയിൽ ഒരു സൈഡിൽ ആദില നുറാനു, മറ്റേ സൈഡിൽ ആര്യൻ അക്ബർ നെവിൻ അവരിരുന്ന് തർക്കിക്കുകയാണ്. പഴയ കാര്യങ്ങൾ പറയുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട്, രാവിലത്തെ ആ ഒരു പ്രശ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. നെവിനും ടീമും ആദ്യം പറഞ്ഞത് ഷാനവാസ് അഭിനയിക്കുക എന്നാണ്. പിന്നീടാണ് അവർക്ക് പിടികിട്ടിയത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന്. അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവർ തർക്കിക്കുന്നുണ്ട്. നൂറയും നന്നായിട്ട് തന്നെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. അവസാനം ബിഗ് ബോസ് വായ തുറക്കുന്നു നെവിനെതിരായിട്ട്. നെവിന്റെ പേര് വിളിക്കുന്നു. അപ്പം നെവിൻ അങ്ങനെ തന്നെ സോഫയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും വിളിക്കുന്നുണ്ട്, നെവിനെ വിളിച്ചത് കേൾക്കുന്നില്ലെന്ന്. അങ്ങനെ നെവിൻ എണീറ്റ് നിൽക്കുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു, സ്വന്തം ഇഷ്ടത്തിന് പെരുമാറാനുള്ള സ്ഥലമല്ല ഇത്. ഇനി ആരെങ്കിലും നേരെ കയ്യാങ്കളിയോ കണ്ടാൽ പിടിച്ച് പുറത്താക്കുന്നത് തന്നെ ബിഗ് ബോസ് തുറന്നു പറയുന്നു. സ്വയം ഇറങ്ങി പോകുന്നതും പിന്നെ ഇവിടെ നിന്നും പുറത്താക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന് നെവിനോട് പറയുന്നു. അപ്പം തന്നെ നെവിനെ ഏകദേശം പിടികിട്ടി, കയ്യിൽ നിന്ന് നന്നായിട്ട് പോയിട്ടുണ്ടെന്ന്. കുറച്ച് ദിവസങ്ങളായിട്ട് നെവിൻ്റെ ഈ നല്ല സ്വഭാവങ്ങളൊക്കെ ബിഗ് ബോസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തന്നെ ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ ഇങ്ങനത്തെ ശാരീരിക ആക്രമണം ഇവിടെ വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല, ഇവിടെ പിന്നെ അവർ കാണില്ല എന്ന് തന്നെ പറയുന്നു. നെവിന് വല്ല സംശയം ഉണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. അതിനുശേഷം ബിഗ് ബോസിനോട് സോറി പറഞ്ഞ് നെവിൻ അവിടെ ഇരിക്കുന്നു. പിന്നീട് ഇവർ മൂന്നുപേരും പുറത്ത് പോയിരുന്ന് ക്യാമറയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവരെ തന്നെ വിളിപ്പിക്കുന്നുണ്ട്. പിന്നീട് സ്മോക്കിംഗ് റൂമിലേക്ക് ആര്യനും അക്ബറും നെവിനും പോകുന്നുണ്ട്. അതിനുശേഷം ആദില പറയുന്നുണ്ട്, ഇവരെന്ത് ചെയ്താലും ഒന്നും പറയില്ല എന്നുള്ള ഒരു ധൈര്യമായിരുന്നു നെവിന്. എന്ത് തന്നെയായാലും അത് തിരുത്തി കാണിച്ചല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട്. സംഭവ ബഹുലമായൊരു രാവിലെ തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നടന്നത്.